എന്താ അവിടെ അവിടെ എന്തെങ്കിലും ഉണ്ട്? അങ്ങനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റോട് കൂടി ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തതും എന്തെങ്കിലും അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നൈറ്റ് ഫോറസ്റ്റ് തന്നെ കയറിയേക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഒരു അഡ്വഞ്ചറിലേക്ക് കടക്കാൻ പോകുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ടാറ്റ പറഞ്ഞ് ദേ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. മുകളോട്ട് ചെല്ലും തോറും നല്ല കോടമഞ്ഞുണ്ട് കേട്ടോ. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കോടമഞ്ഞ് കാണുന്നത്. ഈ ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡറിലായിട്ടാണ് ഈ ഫോറസ്റ്റ് ഉള്ളത്. സെക്കൻഡ് വന്നിട്ട് ആനമലൈ ടൈഗർ റിസർവ് ആണ് കേട്ടോ. ഈ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കുറച്ച് ഫണ്ണി മെമ്മറീസ് ആണ്. എന്താ അവിടെ അവിടെ എന്തെങ്കിലും ഉണ്ട്? ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തോണ്ടായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ മാനിനെ മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു, നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് ഈ റോഡിലൂടെ കുറെ KSRTC ബസ് പോകുന്നു തിരുവനന്തപുരം. അതിൽ പോകുന്നവർക്ക് നല്ല എൻജോയ്മെന്റ് ആവും, ഭയങ്കര വ്യൂ. ഇനി ഞങ്ങൾ കയറാൻ പോകുന്ന ചെക്ക് പോസ്റ്റ് വന്നിട്ട് ആനമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഒരു 8:30 കഴിഞ്ഞാൽ പിന്നെ ആരെയും കയറ്റിയിടത്തില്ല. ഞങ്ങളൊരു 8 മണിക്ക് മുമ്പ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയായിരുന്നേ. ഇവിടെയെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടു ഗൈസ്. എന്തോ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നോ? ഞാൻ ഒന്നുകൂടി ഈ വീഡിയോ സ്ലോ ആക്കി കേൾപ്പിച്ചു തരാവേ. ആന ചിഹ്നം വിളിക്കുന്നത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്തായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് ആനക്കുട്ടിയെയും അതിൻ്റെ അമ്മയും ഒക്കെ കാണാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വലത്തേ സൈഡിലും കുറേ ആനകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നാണ് കൈസ് അറിഞ്ഞത്. അതിൻ്റെ ചിഹ്നം വിളിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. സൗണ്ട് മനുഷ്യനെ പീഡിപ്പിക്കാൻ. ഇതുവഴി നൈറ്റ് പോകുക എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മൊമെന്റ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കോയമ്പത്തൂരിലായിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നൈറ്റ് ഒരുപാട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്ഷീണമൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കോയമ്പത്തൂർ എന്നിട്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞങ്ങൾ അടുത്ത യാത്ര തിരിച്ചത്. അപ്പോൾ അടുത്ത യാത്രയുടെ വീഡിയോ ഞങ്ങൾ ഒട്ടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.